കെപിസിസിയിൽ സമ്പൂർണ്ണ പുനഃസംഘടന. കെപിസിസി ഭാരവാഹികൾക്ക് പുറമെ ഡിസിസി തലപ്പത്തും മാറ്റമുണ്ടാകും. മാനദണ്ഡങ്ങൾ തയ്യാറാക്കി സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിൽ ആകെ അഴിച്ചുപണിക്കൊരുങ്ങിയിരിക്കുകയാണ്. നിലവിലെ 9 ഡിസിസി അധ്യക്ഷന്മാർ മാറും എന്നാണ് കരുതുന്നത്. മെറിറ്റ് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാകും ചുമതലകൾ കൈമാറ്റം ചെയ്യപ്പെടുക. പുതിയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കെപിസിസി വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി ചുമതലകളിലേക്ക് പുതിയ നേതാക്കളെത്തും. സമ്പൂർണമായ പുനഃസംഘടന പാർട്ടിയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷത്തെ തകർക്കുമെന്നും അഭിപ്രായ വ്യത്യാസങ്ങളും എതിർപ്പും ഉയരാൻ ഇടയാക്കുമെന്നും നേതാക്കൾക്കിടയിൽ സംസാരമുണ്ടായിരുന്നു. എന്നാൽ ഈ അഭിപ്രായങ്ങൾ തള്ളി മുൻപ് നിശ്ചയിച്ച പ്രകാരം കെപിസിസിയിൽ സമ്പൂർണ്ണ പുനഃസംഘടന നടത്താനാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. മുൻപേ ഉണ്ടായിരുന്ന ആശയക്കുഴപ്പങ്ങൾ മാറി വന്നിട്ടുണ്ട്. നടപടികൾ വേഗത്തിലാക്കാനും ധാരണയായിട്ടുണ്ട്. അടുത്തിടെയാണ് കെ സുധാകരനെ മാറ്റി അഡ്വക്കേറ്റ് സണ്ണി ജോസഫിനെ കെപിസിസി പ്രസിഡന്റായി ഹൈക്കമാൻഡ് നിയമിച്ചത്. കൂടാതെ കെപിസിസി വർക്കിംഗ് പ്രസിഡന്റുമാരായി PC വിഷ്ണുദാസ്, AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ എന്നിവരെയും നിയമിച്ചിരുന്നു. ഇതോടൊപ്പം സാമുദായിക സന്തുലനം ഉറപ്പാക്കുക ലക്ഷ്യമിട്ട് UDF കൺവീനറായി അടൂർ പ്രകാശിനെയും നിയമിച്ചിരുന്നു. ടീം കോൺഗ്രസ് 2026 ലക്ഷ്യം വയ്ക്കുമ്പോൾ അനുഭവ സമ്പത്തുള്ള പിന്മുറക്കാരും ചുറുചുറുക്കുള്ള യുവത്വവും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനമാണ് കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത്. പുതിയ ചുമതലകളിൽ യുവതിയുവാക്കളെ കൊണ്ടുവന്ന ഒരു തലമുറ മാറ്റത്തിനാകും കോൺഗ്രസ് ഹൈക്കമാൻഡ് വട്ടം കൂട്ടുന്നത്. ജനറൽ സെക്രട്ടറിമാരുടെ കാര്യമെടുത്താൽ നിലവിൽ സംഘടനാ ജനറൽ സെക്രട്ടറി അടക്കം 23 ജനറൽ സെക്രട്ടറിമാരാണുള്ളത്. ഇത് 30 ഉയരുമെന്നാണ് റിപ്പോർട്ട്. ഒരു ജനറൽ സെക്രട്ടറിക്ക് 2 സെക്രട്ടറി എന്ന അനുപാതത്തിലാകും നിയമനം നടത്തേണ്ടത് എന്ന് മുൻപ് തന്നെ അംഗീകരിക്കപ്പെട്ടതാണ്. അതിനാൽ തന്നെ മൊത്തം സെക്രട്ടറിമാരുടെ എണ്ണം 60 ആകും. ഇതിനെല്ലാം പുറമെ കെപിസിസി എക്സിക്യൂട്ടീവും ഉടനെ നിലവിൽ വരും. ട്രഷറർ, വൈസ് പ്രസിഡന്റുമാർ എന്നിവരെ പുതിയതായി നിയമിക്കാനും തീരുമാനമായിട്ടുണ്ട്. രാഷ്ട്രീയ കാര്യസമിതിയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകില്ല എന്നാണ് അറിയുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, പാലക്കാട്, കാസർഗോഡ്, ആലപ്പുഴ, വയനാട്, ഇടുക്കി എന്നീ ജില്ലകളിൽ ഡിസിസി അധ്യക്ഷന്മാർക്ക് സ്ഥാനമാറ്റമുണ്ടാകും. എറണാകുളം, കോഴിക്കോട്, തൃശൂർ, മലപ്പുറം, കണ്ണൂർ എന്നിവിടങ്ങളിൽ ഡിസിസി അധ്യക്ഷന്മാർക്ക് മാറ്റമുണ്ടാകില്ല. കെപിസിസി പുനഃസംഘടനാ നടപടികൾ പൂർത്തിയായ ശേഷമാകും പുതിയ ഡിസിസി അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുക. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വെച്ച് കെപിസിസി അധ്യക്ഷനായ സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവായ VD സതീശനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടാതെ രമേശ് ചെന്നിത്തല, K മുരളീധരൻ, KC വേണുഗോപാൽ എന്നീ മുതിർന്ന നേതാക്കൾ ഇക്കാര്യങ്ങളിൽ കൃത്യമായ ആശയവിനിമയം നടത്തി വരുന്നുണ്ട്. പ്രശ്നങ്ങളില്ലാതെ ചർച്ചകളിലൂടെ തീരുമാനങ്ങൾ കൈക്കൊണ്ട് ഡൽഹി ഹൈക്കമാൻഡ് വഴി പ്രഖ്യാപനം നടത്താനാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. കെപിസിസി പുനഃസംഘടനയ്ക്ക് പിന്നാലെ ഡിസിസി അധ്യക്ഷ പ്രഖ്യാപനം ഉണ്ടാകുമെന്നതിനാൽ പല ഗ്രൂപ്പുകളും നേതാക്കളും അതിനായുള്ള സാധ്യതകൾ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. എന്നാൽ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പും ഉന്നം വയ്ക്കുന്ന കോൺഗ്രസ് കൃത്യമായ കരുതലോടെയാകും ഓരോ സ്ഥാനത്തേക്കും നേതാക്കളെ ചുമതലപ്പെടുത്തുക. പ്രവർത്തനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഡിസിസി ചുമതലയുള്ളവരെ മാറ്റി പുതിയ മേൽനോട്ടക്കാരെ വെച്ച് ലക്ഷ്യബോധത്തോടെ മുന്നോട്ടു പോകാനാകും സംസ്ഥാന കോൺഗ്രസിന്റെ ഉദ്ദേശം. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഈ സ്ഥാനമാറ്റങ്ങൾ ശരിയാം വിധം ഫലവത്താകും എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് കണക്ക് കൂട്ടുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.